ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചിക്കൻ പൊടിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാനായാലും പുറത്തേക്ക് പോകുന്നവർക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുത്ത് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൊരിയിച്ച് വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചോറുണ്ണാൻ ഇതൊരു ചിക്കൻ പൊടി മാത്രം ഉണ്ടായാൽ മതി, അത്രയും ടേസ്റ്റാണത്. നന്നായിട്ട് മൊരിക്കുക, രണ്ട് സൈഡ് നന്നായി മൊരിയിച്ച് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്ത് കൊടുക്കുന്നത്. ഒരു സവാള എടുത്ത് അത് നന്നായിട്ട് മൊരിയിച്ച് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ചിക്കൻ വറുത്തത് മാറ്റി വയ്ക്കുക, സവാള വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടി ഞാൻ മൊരിയിച്ച് എടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതും മാറ്റി വയ്ക്കാം. എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കുരുമുളകാണ്. അതും കൂടി ഒന്ന് മൂപ്പിച്ച് അത് മാറ്റിയെടുക്കുക. ഇനി സവാള വറുത്തത് മാറ്റി വയ്ക്കുക. ബാക്കിയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വറുത്തതിൻ്റെ കൂടെ ഇട്ട് വല്ലാണ്ട് പൊടിഞ്ഞു പോവും, അത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്ത ചിക്കൻ പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഹോസ്റ്റലിലൊക്കെ പോകുന്ന പിള്ളേർക്കോ പുറത്തേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്ക്. നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.